ഹലോ അസ്സലാമു അലൈക്കും. എന്താണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇന്നൊരു ക്ലീനിങ് വീഡിയോ. പിന്നെ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് വരെ എല്ലാവരും ഒന്ന് കാണണം. ഇതിൽ എൻ്റെ അച്ചാറിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണണേ എല്ലാവരും. അച്ചാർ വേണ്ടിയോലെ ആ വീഡിയോ കണ്ടിട്ട് കോണ്ടാക്റ്റ് ചെയ്യണം. അപ്പോൾ അതാ ഇന്ന് നോമ്പിൻ്റെ ക്ലീനിങ് ആണ്. ഞാനല്ല കേട്ടോ ക്ലീനാക്കുന്നത്, മക്കൾ രണ്ടാളും കൂടിയാണ്. അവർക്ക് സ്കൂളില്ലാത്ത ദിവസം ഇതെല്ലാം പറ്റുമല്ലോ. ഒരാൾ ഫാന് തോർത്തലും ഒരാൾ ജനലൊക്കെ തോർത്തലും നല്ല അടിപിടിയും ഉണ്ടാവും അതിൻ്റെ ഇടയിൽ. പിന്നെ ആദ്യം തന്നെ ജനൽ ഇങ്ങനെ ഫുള്ളൊന്ന് ഇത് വെച്ചൊന്ന് ഫുള്ള് കുടഞ്ഞെടുക്കുകയാണ്. പിന്നെ ഒന്ന് നനഞ്ഞ തുണിയിൽ തോർത്തി എടുക്കുന്നുണ്ട്. ഈ ജനലിലും ഒന്നും അത്ര പൊടിയൊന്നുമില്ല. ഞങ്ങൾ ഈ വീട്ടിലേക്ക് മുമ്പ് വേറെ വീട്ടിലേന്, അപ്പോൾ ഇങ്ങോട്ട് താമസം മാറിയിട്ട് ഏകദേശം ഒരു 1.5 മാസമായതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങോട്ട് മാറുന്നതിൻ്റെ മുമ്പ് ഫുള്ള് ക്ലീനാക്കിയിട്ടാണ് ഇരുന്നത്. അതുകൊണ്ട് വലിയ പൊടിയൊന്നുമില്ല. എന്നാലും മാസത്തിലൊരിക്കൽ നമ്മൾ ജനലെല്ലാം ഒന്ന് തുറന്ന് അടിച്ച് തോർത്തിയില്ലെങ്കിൽ ഭയങ്കര പൊടിയായിരിക്കും. അതൊരു സമാധാനമാവില്ല. അപ്പോൾ അതുപോലെ ജനൽ തോർത്തലും ഫാന് തോർത്തലും കഴിഞ്ഞതിന് മാറാമ്പലൊക്കെ ഇത് അടിച്ചെടുക്കുകയാണ്. അത് അത്ര ഒന്നുമില്ല, എന്നാലും കുറച്ചുണ്ട്. അതിൻ്റെ വടി പൊട്ടിപ്പോയി പകുതി തോർത്തിയപ്പോൾ. പിന്നെ എൻ്റെ പണി ഈ കിച്ചണിലെ ഷെൽഫ് ക്ലീൻ ആക്കലാണ്. ഇത് പിന്നെ കുറച്ച് ഈസി പണി ആയതുകൊണ്ട് ഞാൻ ചെയ്യാണ്. അപ്പം ഗ്ലാസ്സൊക്കെ കുറേ എടുക്കാത്ത ഗ്ലാസ് എത്രങ്ങാനും പാത്രം ഇങ്ങനെ എടുത്ത് വെക്കുക എന്നല്ലാണ്ട് പിന്നെയും തോർത്തുക പിന്നെയും തിരിച്ച് വെക്കുക. അത് പെണ്ണുങ്ങൾക്കൊരു രസമാണ്. പിന്നെ ആരെങ്കിലും വരുമ്പം ഫങ്ഷനൊക്കെ കുറേ ഗ്ലാസ്സുകളൊക്കെ നമുക്ക് ആവശ്യമുണ്ടല്ലോ. അപ്പോൾ അത് എല്ലാം എടുത്ത് തോർത്തി അതിൻ്റെ ഡോറൊക്കെ ഒന്ന് തോർത്തി എടുക്കുകയാണ്. പിന്നെ നമ്മൾ മസാലപ്പൊടികൾ ഫുള്ള് കുപ്പി നമ്മൾ ഒഴിച്ച് തോർത്തുന്നില്ല. ഒഴിച്ച് തോർത്താനായില്ല. നമ്മളിങ്ങനെ അതിൻ്റെ സാധനങ്ങൾ പൊടികളൊക്കെ തീരുമ്പോൾ അന്നേരം കഴുകി വെക്കുന്നതാണ്. പിന്നെ ഒന്ന് നനച്ച് തോർത്തിയാണ് ഫുള്ള്. ഇവിടെ ഒന്നും പ്രത്യേകിച്ച് പൊടിയൊന്നുമില്ല. എന്നാലും പിന്നെ ക്ലീനാക്കുമ്പോൾ എല്ലാം മൊത്തത്തിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് എല്ലാം ക്ലീനാക്കി. ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. നല്ല അടിപൊളി ഡബ്ബകളാണ് എല്ലാം. പിന്നെ അതാ ഈ താഴ്ഭാഗവും എല്ലാവരുടെയും ഒന്ന് തോർത്തി കൊടുത്ത് ഒരു പ്രാവശ്യം നനഞ്ഞ തുണിയിലും ഒരു പ്രാവശ്യം ഉണങ്ങിയ തുണിയിലും തോർത്തി കഴിയുമ്പം തന്നെ നല്ല ക്ലീനാവും. പിന്നെ ഇത് വല്ലാണ്ട് അങ്ങോട്ട് നനക്കാൻ പറ്റില്ല, മരം ആയതുകൊണ്ട് അതെല്ലാം പിന്നെ കേടായി പോവുമല്ലോ. അതുകൊണ്ട് നല്ലോണം നനക്കാനൊന്നുമില്ല. പിന്നെ ഈ പാത്രം വെക്കുന്ന തട്ട്, ഇതിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ വെള്ളം കൊണ്ടാലൊരു ചെറിയൊരു തുരുമ്പ് പോലെ വരും. അത് നമ്മളിങ്ങനെ എല്ലാ മാസവും ഇങ്ങനെ തോർത്തി കൊടുക്കുകയാണെങ്കിൽ നല്ല ഇത് തുരുമ്പേ പിടിക്കില്ല. എത്ര കൊല്ലം കഴിഞ്ഞാലും നല്ല നീറ്റിൽ കിട്ടും നമുക്ക്. ഈ സ്റ്റാൻഡിന് ഏകദേശം ഒരു 3-4 കൊല്ലമായി, എന്നാലും ഒന്നും ആയില്ല. പിന്നെ നനഞ്ഞ പാത്രമൊന്നും വെക്കരുത്, അതാണ് അങ്ങനെയാണ് അത് ചെയ്യേണ്ടി. പിന്നെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് എടുത്ത് മാറ്റുകയാണ്. ബെഡ്ഷീറ്റല്ല, ഞങ്ങൾ ബെഡിൽ ബ്ലാങ്കറ്റാണ് പിരിക്കുക ആ ബെഡിൽ. അപ്പം നല്ലൊരു കട്ടി കിട്ടുമല്ലോ എന്ന് പറഞ്ഞിട്ട് ബെഡിൻ്റെ കവറൊന്നും എടുക്കുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, എല്ലാം കഴിഞ്ഞ മാസം ഫുള്ള് ക്ലീനാക്കിയതാണ്. കട്ടിലൊന്നും എടുക്കുന്നില്ല. ഇങ്ങോട്ട് ഞങ്ങൾ വീട് മാറുമ്പം കട്ടിലെല്ലാം ഫുള്ള് തോർത്തി സെറ്റാക്കി വെച്ചാൽ പിന്നെ കട്ടിലിൻ്റെ അടിയെല്ലാം ഞാൻ മോളടിച്ചിനു. ഇപ്പം ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുകയാണ്. പിന്നെ അടിച്ചാൽ മക്കൾ തോർത്തിക്കോളും. അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ റമളാൻ ക്ലീനിങ്. നോമ്പ് വരാനായില്ലേ, അങ്ങനെ ഫുള്ളൊന്ന് ക്ലീൻ ചെയ്ത്. ഇത് വറാത്തിന് മുമ്പ് എടുത്ത വീഡിയോ ആണ്, മാത്രം ഇപ്പോഴാണ് അപ്ലോഡാക്കിയത്. അങ്ങനെ പിന്നെ വൈകുന്നേരം ആയി കുറേ പണി ഉണ്ടായിരുന്നു എല്ലാം കഴിയുമ്പോൾ. പിന്നെ അത് ഞങ്ങൾ ചായ കുടിച്ച്. ചായയും ഹെൽത്തി ഫുഡാണ്, പ്രോട്ടീൻ ഫുഡാണ്. പഴവും എഗ്ഗും രണ്ടും നല്ല ഹെൽത്തി ഫുഡല്ലേ. കട്ടൻ ചായ, പാൽ ചായ അങ്ങനെയെല്ലാം കുടിച്ച്. ഇനി നമ്മളെ അച്ചാറിൻ്റെ നെയ്യിൻ്റെയും ഡീറ്റെയിൽസ് പറയാം. ഇത് നല്ല നാടൻ നെയ്യാണ്. പിന്നെ ഏത് അച്ചാർ വേണമെങ്കിലും ഏത് ഉപ്പിലിട്ടത് വേണമെങ്കിലും എല്ലാം അവൈലബിളാണ്. ഇത് നെയ്യ് 200 ഉണ്ട്, 100 ഉണ്ട്, 400 ഉണ്ട്, എല്ലാ അളവിലുണ്ട്. ഇത് മിക്സഡ് അച്ചാറാണ്. പിന്നെ വെളുത്തുള്ളി അച്ചാറുണ്ട്, മാങ്ങ അച്ചാറുണ്ട്,
ഈത്തപ്പഴ അച്ചാറുണ്ട്, മസാല ചേർക്കാത്ത അച്ചാറുണ്ട്, കണ്ണിമാങ്ങ അച്ചാറുണ്ട്, പിന്നെ ഉപ്പിലിട്ട കാന്താരി ഉണ്ട്, ഉപ്പിലിട്ട നെല്ലിക്ക, അങ്ങനത്തെ ക്യാരറ്റ്, അങ്ങനെയെല്ലാം മിക്സായ ഐറ്റംസ് ഉണ്ട്. ഏറ്റവും ടേസ്റ്റ് ഇതിൽ വെളുത്തുള്ളി അച്ചാറാണെന്ന് കൊണ്ടുപോയ ആളൊക്കെ പറയും. ഇത് കണ്ണിമാങ്ങ അച്ചാറാണ്. ഇതും നല്ല ടേസ്റ്റ് ഉണ്ട്. ഓരോരാൾക്ക് ഓരോ അച്ചാറാണ് ഇഷ്ടം. ചിലർക്ക് മിക്സാണ്, ചിലർക്ക് മാംഗോ ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം വെളുത്തുള്ളി അച്ചാർ. എനിക്ക് പൊതുവേ വെളുത്തുള്ളി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ അച്ചാർ നെയ്യെല്ലാം വേണ്ടിയോല് ഞാൻ താഴെ നമ്പർ കൊടുക്കാം. അപ്പോൾ ആ നമ്പറിൽ വാട്സപ്പ്, ഓൺലി വാട്സപ്പ് മാത്രമാണ്. അതിൽ കോണ്ടാക്റ്റ് ആക്കിയാൽ കിട്ടൂല ആ ഫോണിൽ. അപ്പോൾ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി. അപ്പോൾ ദൂരെ ഉള്ളവരാണെങ്കിൽ നമ്മൾ അയച്ചു തരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കേ.